ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് പൈനാപ്പിൾ വെച്ചിട്ട് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 5K ആയിട്ടുള്ള കേക്കാണ് ഈ ഉണ്ടാക്കാൻ പോകുന്നത്. 5000 സബ്സ്ക്രൈബറായി ഇപ്പം എനിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിയതല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പം അതിന് വേണ്ടി മൈദ എടുത്തിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മൈദയെല്ലാം കൂടി അരിച്ച് വെച്ചതാണ് 2-3 പ്രാവശ്യം. നമ്മളെ ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് അതെപ്പോൾ ഞാൻ കാണിക്കുന്നത് തന്നെയാണ്. പിന്നെ പഞ്ചസാര പൊടിച്ച് വെച്ച് ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ ഈ മുട്ടേനെ ബീറ്റ് ചെയ്തിട്ടെടുക്കട്ടെ. ഇതാ ഞാൻ മുട്ടയെല്ലാം ബീറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് വേണം നമ്മളെ പൈനാപ്പിളിനെ റെഡിയാക്കി എടുക്കാൻ. ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയെല്ലാം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിളും കൂടി ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം വേണ്ടിക്കിൽ. ഇപ്പോൾ ഇതിതാ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളും കൂടി ആക്കി കൊടുക്കണം. അതും കൂടി ആയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതിപ്പം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പൈനാപ്പിളിനെ ഞാൻ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ. ഇതാ പൈനാപ്പിൾ. ഇത് ഇവിടെ ഉണ്ടായ പൈനാപ്പിളാണ്. അന്ന് ഞാൻ കാണിച്ചിട്ടില്ല, നിങ്ങൾ അത് പഴുത്തതാണ്. അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ എടുത്തിടുന്നുണ്ട്. എന്നിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ മിക്സിൻ്റെ ജാറിലെടുത്ത് വെച്ചു. ഇനി ഇത് ഞാൻ അടിച്ചെടുത്തിട്ട് വേഗത്തിൽ വരുന്നു. ഇത് ഗൈസ് പൈനാപ്പിൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വരട്ടിയെടുക്കണം പൈനാപ്പിളിനെ. എന്നിട്ട് വേണം നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററിൽ തണിഞ്ഞിട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് വരട്ടിയെടുക്കട്ടെ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടാണ് നമുക്ക് എടുക്കാം നമ്മളെ പൈനാപ്പിൾ. അപ്പോൾ ഇത് റെഡിയായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഏകദേശം നമ്മളെ പൈനാപ്പിൾ ആയി വരുന്നുണ്ട് ഗൈസ്. എന്താ കളറെല്ലാം മാറി വരുന്നുണ്ട്. അപ്പോൾ വരണ്ട് വരുന്നുണ്ട്. ലേശം കൂടി ഒന്നാവാനുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഇനി ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഓഫാക്കി ഇനി ഇത് തണിയാനാക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ കൈതച്ചക്കന ഇതിനകത്ത് ആക്കുന്നു. പൈനാപ്പിൾ വരട്ടി വെച്ചിട്ടില്ലേ, ആ സംഭവം ഞാൻ ഇതിലേക്ക് മാറ്റുന്നുണ്ട്.
നമുക്കെല്ലാം കൂടി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കുന്നുണ്ട്. പൈനാപ്പിളും നമ്മളെ മൈദയും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സാക്കിയെടുത്ത് ഇതാ കണ്ടല്ലോ. കണ്ട നമ്മുടെ പൈനാപ്പിൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ട് പൊന്തി വരുന്നുണ്ട റെഡിയായിട്ട്. അപ്പോൾ ഇതാ ഇനിയിൽ നമുക്ക് പാലൊന്നും ചേർക്കണ്ട. ഞാൻ വിചാരിച്ച് ചിലപ്പോൾ പാല് ചേർക്കേണ്ടി വരുമെന്ന്, ഒന്നും വേണ്ടി വന്നില്ല. ഇതാ ഇനി നമുക്ക് നമ്മളെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയും ഇളക്കിയാൽ മതി, അധികമായി കഴിഞ്ഞാലും മോശം. ഇപ്പോൾ ഇതാ ഞാൻ പാത്രത്തിലെല്ലാം ഒഴിച്ച് ഇനി നമുക്ക് ടപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാം അതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ചെറിയൊരു ഡെക്കറേറ്റ്. അപ്പോൾ ഇതാ ഗൈസ്, ഇതാണ് എൻ്റെ ഡെക്കറേറ്റ് 5K എന്ന് എഴുതിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിത് നമ്മളെ കുക്കർ വെച്ചിട്ടുണ്ട്, ആ കുക്കറിലേക്ക് മാറ്റട്ടെ. ഇതാ ഗൈസ്, കുക്കറിൽ വെച്ചിട്ടുണ്ട് എൻ്റെ 5K എന്നുള്ള എൻ്റെ കേക്ക്. അപ്പോൾ ഞാൻ ഇതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളെ കേക്കായോ എന്നൊന്ന് നോക്കിയാലോ. തുറന്നിട്ട് വരൂ. അപ്പം ഞാനൊന്ന് കുത്തി നോക്കട്ടെ ഗൈസ്. നമ്മളെ 5K എന്നെല്ലാം വെച്ചതെല്ലാം പോയാ ഗൈസ്. ഒരു ലേശം കുടിയൊന്നാവാനുണ്ട്, ചെറിയൊരു ഇതുണ്ട് കാണുന്നത്, ചെറിയ, അധികമില്ല, ചെറിയ തോതിൽ. അപ്പോൾ ഒന്നുകൂടി ഞാൻ അടച്ചു വെക്കുന്നുണ്ടേ. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഗ്യാസ് ഓഫാക്കുന്നതാണ്, എന്നിട്ട് ഞാനിത് വാങ്ങുന്നതാണ്. വാങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ കൊടിലിനെ കൊണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ്, എൻ്റെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും കണ്ടല്ലോ. ചൂടായതുകൊണ്ട് എനിക്കിപ്പം നിങ്ങൾക്ക് അധികം എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. ഇതാ, അപ്പോൾ എൻ്റെ 5K സബിന് വേണ്ടിയിട്ട് ഞാൻ ആക്കിയതാണിത്. എല്ലാവരും കണ്ടല്ലോ ഇത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. ഇത് ഞാൻ പൈനാപ്പിൾ ഇവിടെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. ഈ കാണുന്ന പൈനാപ്പിളിനെ നിരത്തി വെച്ചതാണ് ഞാൻ. അപ്പോൾ ഓക്കെ, വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. ഓക്കെ, ബൈ.